കേരളത്തിലിപ്പോൾ ഇലക്ഷൻ മാമാങ്കം നടക്കണം. 100 സീറ്റ് ഞങ്ങൾ പിടിക്കും, 120 സീറ്റ് ഞങ്ങൾ പിടിക്കും. ആകെ 140 മണ്ഡലമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കോൺഗ്രസ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികാരമോഹികൾ വളരെയധികം കൂടുതലാണ്. എല്ലാവർക്കും അധികാരം കിട്ടണം. ഇപ്പോൾ കോൺഗ്രസ് ജയിച്ചാൽ ആരാണ് മുഖ്യമന്ത്രി ജനത്തിനറിയില്ല. ജനം ഓരോരുത്തരുടെ പേര് പറയുന്നുണ്ട്. ആരെ പേരൊക്കെ? സതീശൻ്റെ പേര് പറയുന്നുണ്ട്, രമേശ് ചെന്നിത്തലയുടെ പേര് പറയുന്നുണ്ട്, അങ്ങനെ പല ആൾക്കാരുടെ പേരും പറയുന്നുണ്ട്. ഇവർ രണ്ടാളിൽ ആരാവും എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതൊരു സംശയം വേണ്ട, സതീശൻ തന്നെയാവും. സതീശനാവും എന്ന് പറഞ്ഞാൽ കുറേ കടമ്പകൾ കടന്നു കിട്ടാനുണ്ട്. അപ്പോൾ ആ കടമ്പകളൊക്കെ കടന്ന് അദ്ദേഹം ആകട്ടെ, ഇല്ലാണ്ടിരിക്കട്ടെ. പക്ഷേ LDFന് ഒറ്റ മുഖ്യമന്ത്രിയുള്ളൂ. അത് 2 ടൈമായാലും 3 ടൈമായാലും 4ാമത്തെ ടൈമായാലും പിണറായി വിജയൻ സാർ. അതിൽ യാതൊരു മാറ്റവും. അതിനെതിരെ ഇദ്ദേഹം മാറണം. ഇദ്ദേഹം ഇനി മുഖ്യമന്ത്രി ആവണ്ട, ഇദ്ദേഹത്തിന് വയസ്സായി, ഇദ്ദേഹത്തിന് രോഗമുണ്ടെന്ന് പറയാനായിട്ട് LDFൽ ഒരു കുഞ്ഞു പോലും ഇല്ല. അതാണ് അവരുടെ വിജയം. അങ്ങനെ വേണം പാർട്ടി. പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്ചടക്കം വേണം. തൊള്ള തോന്നിയത് വിളിച്ച് പറയാം, വായ തോന്നിയത് പറയാം. വായ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ കണ്ണി കണ്ട കവലകൾ 4 ആളെ കിട്ടി, 4 മൈക്കും വന്ന് 4 ചാനലുകാരും വന്നു കഴിഞ്ഞാൽ തോന്നിയതൊക്കെ വിളിച്ച് പറയാം. അത് രാഷ്ട്രീയ പ്രവർത്തകന് യോജിച്ചതല്ല. അങ്ങനെ നടക്കുമ്പോൾ ആ പാർട്ടി ചെറുതാവുക ചെയ്യുന്നത്. ആ പാർട്ടീനെ വിശ്വാസമില്ലാണ്ടാവുക ചെയ്യുന്നത് മനുഷ്യർക്ക്. ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വിശ്വാസമില്ല. കാരണം എന്താണ്? അവർ ഇലക്ഷൻ മുമ്പേ തല്ല് തുടങ്ങി, ബഹളം തുടങ്ങി. 10 കൊല്ലം പിണറായി വിജയൻ സാറ് ഭരിച്ചിട്ട് ഇനിയിപ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾക്കൊന്ന് തിരിച്ച് കുത്താമെന്ന് നിഷ്പക്ഷപാതികളായ ആൾക്കാർ തീരുമാനിച്ചാൽ അവരെ പോലും പിന്നാക്കം വലിക്കുന്ന രീതിയിലാണ് നിങ്ങളെ പ്രവർത്തികൾ, ഓരോ ഘടകകക്ഷികളായാലും നിങ്ങളെ നേതാക്കന്മാരായാലും ചെയ്യുന്ന കാര്യങ്ങൾ. അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ദോഷമാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലാവസ്ഥയിൽ ഞാൻ പറയട്ടെ, ഇതിപ്പോൾ നിങ്ങളോട് വലിയ സ്നേഹം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നിങ്ങളോട് വലിയ പ്രേമുണ്ടായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടൂടെ പാലും പഴം ഒഴുകും എന്ന് വിചാരിച്ചിട്ട് ഒന്നും പറയണതല്ല. ഇതൊന്നും സംഭവിക്കില്ല. നിങ്ങളെ തല്ലും വഴക്കും തന്നെ ഉണ്ടാവും. ഇപ്പോൾ സതീശൻ കയറി കഴിഞ്ഞാലും ഇനിയിപ്പോൾ ചെന്നിത്തല വന്നു കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തും ചവിട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കാൻ സാധ്യതയുള്ളൊരു ഫീൽഡാണ് നിങ്ങളുടെ ഈ കോൺഗ്രസ്സുകാർ. അപ്പോൾ അന്നേ ഗാന്ധിജി പറഞ്ഞതാണ് ഈ കോൺഗ്രസ് പിരിച്ചുകൊണ്ടത്. അത് പിരിച്ചുവിടാത്തതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അപ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രി ആരായാലും നിങ്ങൾക്ക് അനുകൂലമായുള്ളൊരു സാഹചര്യം കേരളത്തിലുണ്ട്. അത് മുതലെടുക്കാൻ നോക്കാണ്ട് നിങ്ങൾ തമ്മിൽ തല്ലുവിടാൻ പറ്റും ഒരു കാര്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ കുറേ സ്ഥാനാർത്ഥികളെ, വിജയസാധ്യത ഇല്ലാത്ത സ്ഥാനാർത്ഥികളെ പോലും നിങ്ങൾ നിർത്തിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോൾ UDFൻ്റെ പേരും പറഞ്ഞ് ഒരു കുറ്റിച്ചോല് നിർത്തിയാലും ജയിക്കും എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരുപാട് മുൻഗണന കിട്ടിയല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് കോൺഗ്രസ്സിനുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ദോഷം ചെയ്യുള്ളൂ. അത് നമ്മൾ പറയണത്. സംഗതി ഇപ്പോൾ 10 കൊല്ലം കഴിയുമ്പോൾ ഈ പിണറായി വിജയൻ സാറൊന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ന്യൂനപക്ഷക്കാർ ഒരുപാടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അത് എത്തിക്കാനായിട്ട് ഇന്നിവിടെയുള്ള ഒരു MLA പോലും മെനക്കെടാറില്ല, ഒരു മന്ത്രി പോലും മെനക്കെടാറില്ല. അവർക്കൊക്കെ ആ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, അവരെ സുഖ സൗകര്യങ്ങൾ മാത്രം നോക്കണം. ജനങ്ങളെ ഇരുത്തിക്ക് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. LDF നിർത്തിയ കംപ്ലീറ്റ് MLAമാരും നാടിന് വേണ്ടി ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാത്ത ആൾക്കാർ. അവരെ ഇലക്ഷനെ കണ്ടത് നമ്മൾ, പിന്നെ അവരെ കൊണ്ടുവന്ന് നിർത്തിയേക്കണം. അപ്പോൾ അവരോടുള്ള വ്യക്തിവൈരാഗ്യം തന്നെ മതി തിരിഞ്ഞു കുത്താനായിട്ട്. അവരെ നമുക്കിഷ്ടമല്ല. എത്രയോ യുവതലമുറ LDFലുണ്ട്. അവരൊന്നും പരിഗണിക്കാണ്ട് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച MLA തന്നെ ഇരിക്കട്ടെ, അവരെന്നെ ഇരിക്കട്ടെ, ഇവിടെ ജയിച്ചു, അവരിന് തുറന്നു വെച്ച കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് വെച്ചാൽ അവർക്കും സീറ്റ് കൊടുത്തു. ഇങ്ങനെ സീറ്റ് കൊടുത്തത് LDFന് ഭയങ്കര ഒരു പാരയായിട്ട് മാറാനായിട്ടുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് LDFൻ്റെ ഭാഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതൊക്കെ UDFന് ഗുണമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാവും? 100 സീറ്റിലും മേലെ ചിലപ്പോൾ UDFന് കിട്ടാം, അല്ലെങ്കിൽ 100 സീറ്റ് LDFന് കിട്ടാം. ഇതൊന്നും നമ്മൾ പ്രവചിക്കാനായിട്ട് നമ്മളൊരു കണിയാരല്ല, പണിക്കരല്ല, നമുക്ക് 3ാം കണ്ണില്ല, ഒന്നുമില്ല. നമുക്ക് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് വിലയിരുത്തിക്കൊണ്ട് പറയാനേ നമുക്ക് സാധിക്കുള്ളൂ. പക്ഷേ കൂടുതൽ ജനങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയം ഒന്ന് മാറണം.
അത് പിണറായി വിജയൻ സാറിനോടുള്ള ദേഷ്യം കൊണ്ടോ മന്ത്രിസഭയോടുള്ള ദേഷ്യം കൊണ്ടോ ഒന്നുമല്ല. കുറേ മന്ത്രിമാരുടെ കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ MLA-മാരുടെ കുറേ പ്രശ്നങ്ങളുണ്ട്, പോലീസുകാരെ കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ ഡിപ്പാർട്ട്മെൻറ്റിലും പല പ്രശ്നങ്ങളുണ്ട്. കുറേ റോഡുകളൊക്കെ നന്നാക്കിക്കൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. നമ്മുടെ ഭരണയന്ത്രം എണ്ണയിട്ട പോലെ തിരിയണം, അങ്ങനെ തിരിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ കേരള ജനത ഒന്ന് മാറ്റി ചിന്തിച്ചാൽ അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുറ്റം പറയേണ്ടത് നേതാക്കന്മാരെ മാത്രം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മേലിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ താഴെ തട്ടിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം നിങ്ങളുടെ MLA-മാരും മന്ത്രിമാരും ഇവിടെ താഴെ ഘടകത്തിലുള്ള നേതാക്കന്മാരും എല്ലാം വളരെ 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 വീക്കാണ്. ഇതാണ് നിങ്ങൾ തോറ്റാൽ നിങ്ങൾക്ക് ഒരു അന്വേഷണം നടത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമാണത്.